ഹലോ ഗൈസ്, ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തുള്ള 80 വർഷം പഴക്കമുള്ള ഒരു പ്ലാവാണ്. അങ്ങനെ ചക്ക വിളഞ്ഞ് നിൽക്കുന്ന കണ്ട് ചക്കയൊക്കെ അടത്തിട്ടു. ഒരെണ്ണം അടത്തു, രണ്ടാമത് അടക്കാൻ നേരത്ത് തോട്ട ചെറുതായിട്ടൊന്ന് ചക്കയിൽ കുടുങ്ങി നിൽക്കും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അത് എടുത്തു. അടുത്തിട്ട ചക്ക 2 ദിവസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പഴുത്തു. അപ്പോൾ വിചാരിച്ചു ചക്കയപ്പം ഉണ്ടാക്കാമെന്ന്. ഇത് ചെമ്പരത്തി ചക്ക എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. കൂഴച്ചക്ക തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ മധുരമുള്ള ചക്കയാണ്. അങ്ങനെ ചക്കയിൽ നിന്ന് ഓരോ ചുളയെടുത്ത് അതിൽ നിന്ന് ചക്കക്കുരുവൊക്കെ മാറ്റി സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇനി ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര പാനി ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് ശർക്കര ചെത്തി വെള്ളം ഒഴിച്ചു ഞങ്ങൾ ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് വെച്ചു. ഇനി അതിൽ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ചിരണ്ടി കുറച്ചെടുത്തു. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചക്ക മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ചക്കയപ്പത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. വറുത്ത മാവ് പൊടി, അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക അത് മാവ് പൊടിയിലോട്ട് ഇടുക. പിന്നെ തേങ്ങ, ഇനി ശർക്കര പാനി ഒഴിക്കണം. അത് നമ്മൾ നോക്കി വേണം ഒഴിക്കാനായിട്ട്. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു വെള്ളം പോലെ ആകാൻ പാടില്ല. അപ്പോൾ അത് നോക്കി ശർക്കരപ്പാനി ഒഴിക്കുക. പിന്നെ ലാസ്റ്റ് വേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടി. ഇത് ഇത്രയും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക. ഇനി ചക്കയപ്പം ഉണ്ടാക്കുന്നത് വട്ടത്താമര ഇലയിലാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുന്നത്? ഈ ഇല ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് അത്യാവശ്യം കുറച്ച് ഇല പറിച്ചു, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചക്കയപ്പത്തിൻ്റെ കൂട്ട് ഈ ഇലയുടെ നടുക്ക് വെച്ചിട്ട് ഈ ഇല 4ആയിട്ട് മടക്കി വെച്ച് കൊടുത്തു. അങ്ങനെ ഓരോ ചക്കയപ്പവും ഇതുപോലെ ഉണ്ടാക്കി. ഇനി ഇത് ആവി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളൊരു ഇഡലി കുട്ടുവ എടുത്തു, അതിൻ്റെ അകത്ത് ഈ ഓരോ ചക്കയപ്പവും എടുത്ത് അതിൻ്റെ അകത്തോട്ട് വെച്ചു. ഇനി ഒരു 15-20 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെന്തോന്ന് നോക്കി, തുറന്നു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോഴത്തേക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ദിവസം കഴിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റാണ് അടുത്ത ദിവസം എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും. നല്ല മധുരമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും.